നിസ്സാര കാര്യങ്ങൾക്ക് പോലും തളർന്നു പോകുന്നവരാണ് നമ്മൾ പലരും. പക്ഷേ അത്തരത്തിലുള്ള ആളുകൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടാം. ഇനി ചെറിയ പ്രതിസന്ധികളിൽ പോലും തളർന്ന് പിന്മാറുന്നവർ ആലുവ സ്വദേശി രതീഷിനെ മാതൃകയാക്കണം. 2.5 വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴേക്ക് തളർന്ന ഈ 40 വയസ്സുകാരൻ വേമ്പനാട്ട് കായൽ നീന്തിക്കടന്ന് റെക്കോർഡിട്ടിരിക്കുകയാണ്. 2 മണിക്കൂർ കൊണ്ടാണ് രതീഷ് കായൽ നീന്തിക്കടന്നത്. വേമ്പനാട്ടുകായലിന്റെ ആഴങ്ങളെയും ഓളങ്ങളെയും തോൽപ്പിക്കാനുള്ള നീന്തൽ ഇപ്പോഴാണ് തുടങ്ങിയതെങ്കിലും കീഴ്മേൽ മറിഞ്ഞ ജീവിതത്തിന്റെ ഓളങ്ങൾ രതീഷിന് പരിചിതമാണ്. അവയെല്ലാം മറികടന്നിട്ടുമുണ്ട് രതീഷ്. ഈ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ വേമ്പനാട്ടുകായലും കീഴടങ്ങി. 2.5 വയസ്സിൽ രതീഷിന്റെ പാതി ശരീരത്തെ തളർത്തിയത് പോളിയോ എന്ന രോഗം. പാതി ശരീരം തളർന്നപ്പോൾ ഇരട്ടി കരുത്ത് നേടിയത് മനസ്സിനാണ്. 40-ാം വയസ്സിൽ ആലുവ സ്വദേശി രതീഷ് വടക്കുംകര അമ്പലക്കടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ചിലേക്ക് 7 കിലോമീറ്റർ നീന്തി റെക്കോർഡിൽ ഇടം നേടി. ശാരീരിക പരിമിതിയുള്ള ഒരാൾ വേമ്പനാട്ടുകായലിന്റെ ഇത്രയും ദൂരം നീന്തി കടക്കുന്നതും ഇതാദ്യം. പരിമിതികളെ മറികടക്കാൻ പഠിപ്പിച്ച പരിശീലകന് നന്ദി. എല്ലാവരും സൗജന്യമായിട്ട് ഭിന്നശേഷിക്കാരുൾപ്പെടെ 89 വയസ്സ് വരെ ഉള്ളവരെ സാറ് നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ആശയം തന്നെയാണ് എനിക്കും പകരാനുള്ളത്. കാരണം നീന്തൽ അറിയാത്ത കാരണം കൊണ്ട് ഒരാൾ പോലും മുങ്ങി മരിക്കേണ്ടതില്ല. പിന്നെ നീന്തൽ പഠിക്കാൻ ശാരീരിക പരിമിതികൾ ഒരു തടസ്സമല്ല. പിന്നെ എന്നെപ്പോലെ ശാരീരിക പരിമിതികൾ അനുഭവിച്ച് വീട്ടിലിരിക്കുന്നവരും അതുപോലെ പല കാരണങ്ങൾ കൊണ്ട് പേടി കൊണ്ട് പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കും ഒരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ശാരീരിക പരിമിതിയുള്ളവരുൾപ്പെടെ 10,000-ത്തിലധികം പേർക്ക് സൗജന്യ നീന്തൽ പരിശീലനം നൽകിയ സജി വാളശ്ശേരിയാണ് രതീഷിനെയും പരിശീലിപ്പിച്ചത്. പോളിയോ ബാധിച്ച് അരയ്ക്ക് കീഴേക്ക് തളർന്ന വ്യക്തിയാണ് രതീഷ്. രതീഷിനെ നീന്തൽ പഠിപ്പിച്ച് ഇതിങ്ങനെ വേമ്പനാട്ടുകായൽ കുറുകയാണ് ഇന്ന് നീന്തിയിരിക്കുന്നത്. വേമ്പനാട്ടുകായൽ പോലെയുള്ള കായൽ കുറുകെ നീന്തിച്ച് മറ്റുള്ളവർക്ക് മുഴുവൻ നീന്തൽ പഠിക്കാൻ ഒരു ആത്മവിശ്വാസം കൊടുക്കാനാണ് എനിക്ക് രതീഷിലൂടെ കഴിഞ്ഞത്. അരയ്ക്ക് താഴേക്ക് തളർന്ന രതീഷിന് കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ കഴിയും. ഈ ഒരു സന്ദേശമാണ് എനിക്ക് എല്ലാവരിലേക്കും എത്തിക്കാനുള്ളത്. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാവും പകലും പ്രയത്നിക്കുന്നത്. ആലുവ മണപ്പുറം ദേശം കടവിൽ നവംബർ 1 തുടങ്ങി മെയ് 31 വരെ എല്ലാ ദിവസവും നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 1000 പേരെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇന്ന് മാത്രം ഒഴിവ് കൊടുത്തു രതീഷിനെ നീന്തൽ പ്രമാണിച്ച് സൗജന്യമായിട്ടാണ് നീന്തൽ പഠിപ്പിക്കുന്നത്. ആലുവ മണപ്പുറം ദേശം കടവിലേക്ക് ആര് വന്നാലും വെറും 16 ദിവസം കൊണ്ട് സൗജന്യമായിട്ട് നിങ്ങൾക്ക് നീന്തൽ പഠിച്ചിട്ട് പോകാം. അർജുന അവാർഡ് ജേതാവ് ക്യാപ്റ്റൻ സജി തോമസ് നീന്തൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ശക്തമായ ഒഴുക്കും പോളപ്പായലുകളുടെ തടസ്സങ്ങളും തരണം ചെയ്ത് വൈക്കം ബീച്ചിൽ റെക്കോർഡ് വേഗത്തിൽ ഫിനിഷ് ചെയ്യുകയായിരുന്നു. വൈക്കം കായലോര ബീച്ചിലേക്ക് നീന്തി കയറിയ രതീഷിനെ കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത്. ജനം, കോട്ടയം.